ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഇൻഫോ ടോക്ക് ഷോ. PSC ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി തയ്യാറാക്കിയ ഒരു വീഡിയോ ആണിത്. 2025 PSC ചോദിച്ചിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആവുന്നതായിരിക്കും. അപ്പോൾ ആദ്യമായിട്ട് ഈ ഒരു ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് തീർച്ചയായിട്ടും ലഭിക്കും. ഓരോ ചോദ്യങ്ങളായിട്ട് നോക്കാം. ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ആരാണ്? ഇന്ത്യ വിൻസ് ഫ്രീഡം. ഉത്തരം ഓപ്ഷൻ സി ആണ്, അബ്ദുൽ കലാം ആസാദ്. അടുത്ത ചോദ്യം. ആസാം ഹിമാലയ പർവ്വതങ്ങളിൽ ഉയരം കൂടിയത് ഏതിനാണ്? ഉത്തരം നംഷബർവ. അടുത്ത ചോദ്യം ഇതാണ്. കാശ്മീർ ഹിമാലയ ഭാഗത്ത് കണ്ടുവരുന്ന കുങ്കുമപ്പൂ കൃഷിക്ക് അനുയോജ്യമായ മണ്ണിനമാണ് ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, കരീവ. കാശ്മീർ ഹിമാലയ ഭാഗത്ത് കണ്ടുവരുന്ന കുങ്കുമപ്പൂ കൃഷിക്ക് അനുയോജ്യമായ മണ്ണിനം കരീവയാണ്. അടുത്ത ചോദ്യം ഇതാണ്. ദേശീയ ഹരിത ട്രിബ്യൂണൽ നിയമം മൂലം നിയന്ത്രിച്ച ഖനന പ്രവർത്തനം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, റാറ്റ് ഹോൾ മൈനിങ്. ടൂത്ത് പേസ്റ്റിലെ പ്രധാന ഘടകമാണ് ഏതാണ്? ടൂത്ത് പേസ്റ്റിലെ പ്രധാന ഘടകം. ഉത്തരം ടൈറ്റാനിയം ഓക്സൈഡ്. ടൂത്ത് പേസ്റ്റിലെ പ്രധാന ഘടകമാണ് ടൈറ്റാനിയം ഓക്സൈഡ്. മധ്യഘട്ടത്തിലോ കീഴ്ഘട്ടത്തിലോ അവസാദങ്ങളുടെ ഭാരം കാരണം വളഞ്ഞു പുളഞ്ഞ് ഒഴുകുന്ന നദി സൃഷ്ടിക്കുന്ന ഭൂരൂപമാണ് ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ഓക്സ്ബോ തടാകങ്ങൾ. മധ്യഘട്ടത്തിലോ കീഴ്ഘട്ടത്തിലോ അവസാദങ്ങളുടെ ഭാരം കാരണം വളഞ്ഞു പുളഞ്ഞ് ഒഴുകുന്ന നദി സൃഷ്ടിക്കുന്ന ഭൂരൂപങ്ങളാണ് ഓക്സോ തടാകങ്ങൾ. അടുത്ത ചോദ്യം ഇതാണ്. നരോറ ആണവ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ഉത്തർപ്രദേശ്. നരോറ ആണവ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. 2024 ഒക്ടോബറിൽ ബ്രിക്സ് ഉച്ചകോടി നടന്നത് എവിടെയാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്, കസാൻ, റഷ്യ. 2024 ഒക്ടോബറിൽ ബ്രിക്സ് ഉച്ചകോടി നടന്നത് ഓപ്ഷൻ എ, കസാൻ, റഷ്യ. അടുത്ത ചോദ്യം. ഗുർ, ഖണ്ഡസാരി എന്നീ പദങ്ങൾ ഏത് വ്യവസായവുമായി ബന്ധപ്പെട്ടതാണ്? ഉത്തരം ഓപ്ഷൻ സി, പഞ്ചസാര വ്യവസായം. അടുത്ത ചോദ്യം. അജണ്ട 21 എന്നത് എന്തിനെ കുറിക്കുന്നു? അജണ്ട 21. ഉത്തരം ഓപ്ഷൻ എ ആണ്, ആഗോള സുസ്ഥിര വികസനം. ആഗോള സുസ്ഥിര വികസനം. അടുത്ത ചോദ്യം ഇതാണ്. ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന ഏത് പ്രായപരിധിയിലുള്ളവരെയാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്? ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന ഏത് പ്രായപരിധിയിലുള്ളവരെയാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, 70 വയസ്സിന് മുകളിലുള്ള എല്ലാവരും. 70 വയസ്സിന് മുകളിലുള്ള എല്ലാവരും. അടുത്ത ചോദ്യം. ദേശീയ ഹരിത ട്രിബ്യൂണൽ സ്ഥാപിതമായ വർഷം. ദേശീയ ഹരിത ട്രിബ്യൂണൽ സ്ഥാപിതമായ വർഷം. ഉത്തരം ഓപ്ഷൻ സി ആണ്, 2010. ലഞ്ച് ബെൽ പദ്ധതി ആവിഷ്കരിച്ച സംസ്ഥാനം. ലഞ്ച് ബെൽ പദ്ധതി ആവിഷ്കരിച്ച സംസ്ഥാനം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ, കേരളം. ലഞ്ച് ബെൽ പദ്ധതി ആവിഷ്കരിച്ച സംസ്ഥാനമാണ് കേരളം. താഴെ പറയുന്നവയിൽ ശ്രീനാരായണ ഗുരു രചിച്ച ഗ്രന്ഥം ഏതാണ്? താഴെ പറയുന്നവയിൽ ശ്രീനാരായണ ഗുരു രചിച്ച ഗ്രന്ഥം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, നവമഞ്ജരി. താഴെ പറയുന്നവയിൽ ശ്രീനാരായണ ഗുരു രചിച്ച ഗ്രന്ഥമാണ് നവമഞ്ജരി. ജലസംഭരണിയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ ഹാരപ്പൻ പ്രദേശം ഏതാണ്? ജലസംഭരണിയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ ഹാരപ്പൻ പ്രദേശം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, ധോളവീര. പാഞ്ചാലി ശപഥം എഴുതിയതാരാണ്? പാഞ്ചാലി ശപഥം എഴുതിയതാരാണ്? ഉത്തരം ഓപ്ഷൻ എ, സുബ്രഹ്മണ്യ ഭാരതി. പാഞ്ചാലി ശപഥം എഴുതിയതാരാണ്? സുബ്രഹ്മണ്യ ഭാരതി. സ്വാഭിമാന പ്രസ്ഥാനം ആരംഭിച്ചതാര്? സ്വാഭിമാന പ്രസ്ഥാനം ആരംഭിച്ചതാരാണ്? ഉത്തരം ഇ.വി. രാമസ്വാമി നായ്ക്കർ. ഇ.വി. രാമസ്വാമി നായ്ക്കറാണ് സ്വാഭിമാന പ്രസ്ഥാനം ആരംഭിച്ചത്. സ്ത്രീകൾക്ക് സർക്കാർ ബസ്സുകളിൽ സൗജന്യ യാത്ര നൽകുന്ന പദ്ധതിയായ മഹാലക്ഷ്മി സ്കീം നടപ്പിലാക്കിയ സംസ്ഥാനം. ഉത്തരം ഓപ്ഷൻ ബി ആണ്, തെലുങ്കാന. ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ആരാണ്? ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ആരാണ്?
ഉത്തരം ഓപ്ഷൻ ഡി ആണ് പിംഗലി വെങ്കയ്യ. ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തതാരാണ്? പിംഗലി വെങ്കയ്യ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നത് ആരാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നത് ആരാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ് രാഷ്ട്രപതി. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം ഏത്? ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം ഏത്? ഉത്തരം ഓപ്ഷൻ എ ആണ് ആന്ധ്രാപ്രദേശ്. അടുത്ത ചോദ്യം ഇതാണ്: ഇന്ത്യയുടെ ആദ്യത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ പേര്. ഇന്ത്യയുടെ ആദ്യത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ പേര് എന്താണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ് സുകുമാർ സെൻ. സുകുമാർ സെൻ. അന്യായമായി തടങ്കലിൽ വച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ ഹാജരാക്കുന്നതിനായി സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടാണ് ഏതാണ്? ഓപ്ഷൻ എ ഹേബിയസ് കോർപ്പസ്. അന്യായമായി തടങ്കലിൽ വച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ ഹാജരാക്കുന്നതിനായി സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടാണ് ഹേബിയസ് കോർപ്പസ്. ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ഏത് കൃതിയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്? ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ഏത് കൃതിയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ് ആനന്ദമഠം. ഓപ്ഷൻ ബി ആനന്ദമഠം. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ് വേമ്പനാട്ട് കായൽ. കേരളത്തിൻ്റെ സംസ്ഥാന ചിത്രശലഭം ഏതാണ്? കേരളത്തിൻ്റെ സംസ്ഥാന ചിത്രശലഭമാണ് ബുദ്ധമയൂരി. ഏതാണ്? ബുദ്ധമയൂരി. കേരളത്തിലെ നദികളിൽ കിഴക്കോട്ടൊഴുകുന്ന നദിയേത്? കേരളത്തിലെ നദികളിൽ കിഴക്കോട്ടൊഴുകുന്ന നദിയേത്? ഉത്തരം ഓപ്ഷൻ എ ആണ് കബനി. കേരളത്തിലെ നദികളിൽ കിഴക്കോട്ടൊഴുകുന്ന നദിയാണ് കബനി. 2024 പാരീസ് ഒളിമ്പിക്സ് ഹോക്കിയിൽ വെങ്കലം നേടിയ ടീമിലെ മലയാളി താരം ആരാണ്? 2024 പാരീസ് ഒളിമ്പിക്സ് ഹോക്കിയിൽ വെങ്കലം നേടിയ ടീമിലെ മലയാളി താരം. ഉത്തരം PR ശ്രീജേഷ് ആണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം PR ശ്രീജേഷ്. ഇരവികുളം ദേശീയോദ്യാനത്തിലെ സംരക്ഷിത മൃഗമേത്? ഇരവികുളം ദേശീയോദ്യാനത്തിലെ സംരക്ഷിത മൃഗമേത്? ഉത്തരം ഏതാണ്? ഓപ്ഷൻ സി ആണ് വരയാട്. ഇരവികുളം ദേശീയോദ്യാനത്തിലെ സംരക്ഷിത മൃഗമാണ് വരയാട്. ഏത് കലാരൂപത്തിൽ നിന്നാണ് കഥകളി ഉണ്ടായത്? ഏത് കലാരൂപത്തിൽ നിന്നാണ് കഥകളി ഉണ്ടായിരിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ സി ആണ് രാമനാട്ടം. ഏത് കലാരൂപത്തിൽ നിന്നാണ് കഥകളി ഉണ്ടായത്? രാമനാട്ടത്തിൽ നിന്നാണ്. കേരളത്തിൻ്റെ വടക്കേ അറ്റത്തുള്ള നദി. കേരളത്തിൻ്റെ വടക്കേ അറ്റത്തുള്ള നദി ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി മഞ്ചേശ്വരം പുഴ. കേരളത്തിൻ്റെ വടക്കേ അറ്റത്തുള്ള നദിയാണ് മഞ്ചേശ്വരം പുഴ. കേരളത്തിൽ കർഷക ദിനമായി ആചരിക്കുന്നത് എന്ന്? കേരളത്തിൽ കർഷക ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ് ചിങ്ങം 1. കേരളത്തിൽ കർഷക ദിനമായി ആചരിക്കുന്നത് ചിങ്ങം 1-നാണ്. കായംകുളം താപവൈദ്യുത നിലയത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനം ഏത്? കായംകുളം താപവൈദ്യുത നിലയത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനം ഏത്? ഉത്തരം ഓപ്ഷൻ ബി ആണ് നാഫ്ത. കായംകുളം താപവൈദ്യുത നിലയത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനം ഏത്? നാഫ്തയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന തുറമുഖം. കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന തുറമുഖം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ് നീണ്ടക്കര. കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന തുറമുഖമാണ് നീണ്ടക്കര. 2024 സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം നേടിയ സംഘടന. 2024 സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം നേടിയ സംഘടന ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ നിഹോൺ ഹിഡാൻക്യോ. അടുത്ത ചോദ്യം: 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളി മത്സര വിജയി. 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളി മത്സര വിജയി. ഉത്തരം ഓപ്ഷൻ ബി കാരിച്ചാൽ ചുണ്ടൻ. കാരിച്ചാൽ ചുണ്ടൻ. ചുവടെ പറയുന്നവയിൽ ശരിയായ ജോഡി ഏതാണ്? ചുവടെ പറയുന്നവയിൽ ശരിയായ ജോഡി ഏതാണ്? ശ്രീനാരായണ ഗുരു പ്രാചീന മലയാളം, ചട്ടമ്പി സ്വാമികൾ അഖിലത്തിരുട്ട്, വൈകുണ്ഠസ്വാമികൾ ദർശനമാല, പണ്ഡിറ്റ് കറുപ്പൻ ജാതിക്കുമ്മി. ഇതിൽ ശരിയായ ജോഡി എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, പണ്ഡിറ്റ് കറുപ്പൻ ജാതിക്കുമ്മി. 2025 പ്രഥമ ഖോ-ഖോ ലോകകപ്പ് വേദിയാകുന്ന രാജ്യം. ഉത്തരം ഓപ്ഷൻ എ ആണ് ഇന്ത്യ. വി ടി ഭട്ടതിരിപ്പാട് രചിച്ച പ്രശസ്തമായ നാടകം.
VT ഭട്ടതിരിപ്പാട് രചിച്ച പ്രശസ്തമായ നാടകമാണ്? ഓപ്ഷൻ സി അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്. തിരുവിതാംകൂറിൻ്റെ ഝാൻസി റാണി എന്നറിയപ്പെട്ട സ്വാതന്ത്ര്യ സമര പോരാളി. തിരുവിതാംകൂറിൻ്റെ ഝാൻസി റാണി എന്നറിയപ്പെട്ട സ്വാതന്ത്ര്യ സമര പോരാളി ആരാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, അക്കാമ ചെറിയാൻ. അക്കാമ ചെറിയാൻ. ചുവടെ പറയുന്നവയിൽ ഏത് സംഭവത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് ഡോക്ടർ KB മേനോൻ? ചുവടെ പറയുന്നവയിൽ ഏത് സംഭവത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് ഡോക്ടർ KB മേനോൻ? കീഴരിയൂർ ബോംബ് കേസ്, പുന്നപ്ര വയലാർ സമരം, ആറ്റിങ്ങൽ കലാപം, മൊറാഴ സംഭവം. ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്, കീഴരിയൂർ ബോംബ് കേസ്. അപ്പോൾ ഫ്രണ്ട്സ്, 2025 PSC ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത്. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. മുൻകാല വർഷങ്ങളിൽ ചോദിച്ച കുറേ ചോദ്യങ്ങൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് കരുതുന്നു. ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തേണ്ടതാണ്. കൂടുതൽ വീഡിയോസിനായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.